ഇൻ്റഗ്രേഷൻ്റെ കണ്ടിന്യൂഷനാണ്. ഇൻ്റഗ്രേഷൻ ഇൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. നമുക്ക് എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്തുവാണെന്ന് അറിയാം അല്ലേ? എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്തുവാണെന്ന് അറിയാം. അപ്പോൾ എന്താ ഈ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്? അതാണ് നമുക്ക് അറിഞ്ഞുകൂടാതെ. നമുക്ക് ഒരുപക്ഷെ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എക്സ് വൈ പ്ലെയിൻ ആണ്. ഓക്കെ, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എക്സ് വൈ. അപ്പം ഇതിപ്പോൾ കാർട്ടീഷ്യൻ പ്ലെയിൻ ആകുമ്പം 2D. അപ്പോൾ ഇവിടെ ഒരു പോയിൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 2 കോർഡിനേറ്റ്സ് വെച്ചിട്ടായിരിക്കും അല്ലേ? അപ്പം ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ്, സെക്കൻഡ് വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്താ മീൻ ചെയ്യുന്നത്? ഒറിജിനിൽ നിന്നും ആ പോയിൻ്റ് എത്ര ഡിസ്റ്റൻസിലാണ്, ഒറിജിനിൽ നിന്നും എത്ര എക്സ് ആക്സിലോട്ട് എത്ര ഡിസ്റ്റൻസാണ്. അപ്പം 3, 4 എന്ന് വെച്ചാൽ എന്താ? ഒറിജിനിൽ നിന്ന് എത്ര യൂണിറ്റ്സ് മാറി? 3 യൂണിറ്റ്സ് മാറി. എക്സ് ആക്സിലോട്ട് 3 യൂണിറ്റ്സും 4 എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിൽ നിന്ന് വൈ ആക്സിലോട്ട് 4 യൂണിറ്റ്സും. അങ്ങനെയാണ് ഏത് പോയിൻ്റ് നമുക്ക് കിട്ടുന്നത്? 2D അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏത് പോയിൻ്റ് നമുക്ക് കിട്ടുന്നത്? 3, 4 എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും എന്താണ്? 2D തന്നെയാണ്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പോയിൻറ്റിന് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഈ പോയിൻറ്റും ഒറിജിനുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് നോക്കണം. ആ ഒരു ഡിസ്റ്റൻസാണ് 6. അപ്പോൾ ഈ ഒരു പോയിൻറ്റ് 2D ആയതുകൊണ്ട് ഈ ഒരു പോയിൻറ്റിനെ മാർക്ക് ചെയ്യാൻ നമുക്ക് 2 കോർഡിനേറ്റ്സ് വേണം. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താ? ഫസ്റ്റ് കോർഡിനേറ്റ് 6 ആണ്. ആ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം അല്ലേ? വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. എല്ലാം എന്താണ്? 6 യൂണിറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പോയിന്റിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കോർഡിനേറ്റ്സ് മാത്രം പോരാ, സെക്കൻഡ് കോർഡിനേറ്റിൻ്റെ ആവശ്യകത ഇവിടെ നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഒറിജിനിൽ നിന്നും 6 യൂണിറ്റ്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. ഇത് എക്സ് ആക്സിസുമായിട്ട് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്കിൽ സൂചി പോകുന്നത് അറിയാമോ? ക്ലോക്കിൽ സൂചിയുടെ ഡയറക്ഷൻ എന്താ? ഇങ്ങനല്ലേ പോകുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് എന്ത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ ടിക്കറ്റ് ഇരിക്കുന്നതാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ഈ 6 ഈ ഒറിജിനും ഈ പോയിന്റിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എന്താ? ഈ പോയിന്റും ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് 6. അപ്പോൾ അത് ഈ പോയിന്റിനെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്തും കൂടെ കാണണം. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതാണല്ലോ പോസിറ്റീവ് എക്സ് ആക്സിസ്, അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇങ്ങനെ ആംഗിളിൻ്റെ ഡയറക്ഷൻ എങ്ങനെ? കൗണ്ടർ ക്ലോക്ക് വൈസ്. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും ആ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? 6, തീറ്റ ആണല്ലോ. ഇനി മറ്റൊരു പോയിന്റ് R5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6, പോസിറ്റീവ് എക്സ് ആക്സിസോട് ഉണ്ടാക്കുന്ന ആംഗിൾ 5. അങ്ങനെയാണ് ഈ ഒരു പോയിന്റ് എങ്ങനെ ആവുന്നത്? R5 ആവുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയാലും പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയാലും എന്താണ്? രണ്ടും 2D ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ 2 കോർഡിനേറ്റ്സ് വേണം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം ആകുമ്പോൾ ഒരു പോയിന്റിൻ്റെ ഫോം എങ്ങനെ? എക്സ് വൈ എന്നുള്ള ഫോമിൽ ഒരു എക്സ് കോർഡിനേറ്റും വേണം, വൈ കോർഡിനേറ്റും വേണം ഒരു പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യാൻ. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാകുമ്പോൾ ഒരു പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യാൻ 2 കോർഡിനേറ്റ് വേണം. ഫസ്റ്റ് കോർഡിനേറ്റ് എന്താ? 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പോൾ R തീറ്റയാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. ബാക്കി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു സെക്ടറിൻ്റെ സർക്കിളിൻ്റെ ഏരിയ 6 റേഡിയസ് ഉള്ള സർക്കിൾ, പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ 2 റേഡിയസിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്ററിൽ നിന്നും ബൗണ്ടറിയിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ആ 2 റേഡിയസിനും ഇടയ്ക്ക്, അതായത് ഇതും ഒരു റേഡിയസാണ്, ഇതും ഒരു റേഡിയസാണ്. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള പോർഷനാണല്ലോ ഒരു സെക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ ആംഗിൾ തീറ്റയുമാണെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A = 1/2 r² തീറ്റ ആയിരിക്കും. തീറ്റ റേഡിയനിലാണ്. ഓക്കെ,
ആംഗിൾ എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷറിലും ഉണ്ട്, ഡിഗ്രി മെഷറിലും ഉണ്ട്. ഇവിടെ നമ്മൾ തീറ്റ റേഡിയൻ മെഷറിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇൻറ്റഗ്രേഷൻ ഇൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്, അതായത് രണ്ട് ആംഗിളിനിടയ്ക്കുള്ള പ്ലെയിൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് ആംഗിളിനിടയ്ക്ക് ഉള്ള പ്ലെയിൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ആംഗിൾ തരുവാണെങ്കിൽ അതിനിടയ്ക്കുള്ള ആ പ്ലെയിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആർ തീറ്റ എന്നാണെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു. ഇവിടെ നമ്മൾ ആറിൻ്റെ സ്ഥാനത്ത് റോ, തീറ്റയുടെ സ്ഥാനത്ത് ഫൈ. റോ എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, പോസിറ്റീവ് എക്സ് ആക്സിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ. മറ്റൊരു നൊട്ടേഷൻ എടുത്തതേ ഉള്ളൂ. നമ്മൾ ജനറലി കണ്ടുവരുന്ന ഈ ഒരു നൊട്ടേഷനാണ്. ഇവിടെ നമ്മൾ ഇൻ പെർട്ടിക്കുലർ നമ്മൾ റോ ഫൈ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ലെങ്ത് ആയിട്ടുള്ള ഒറിജിനിൽ നിന്നുള്ള ലെങ്ത് ആയിട്ടുള്ള റോ എന്ന് പറയുന്നത് ഫൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്. വൈ എക്സിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ നോട്ട് ചെയ്യും, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇപ്പോൾ റോ ഫൈയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ നോട്ട് ചെയ്യും, റോ ഇസ് ഈക്വൽ ടു റോ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ആ കർവ് നോക്കാം നമുക്ക്. ഇതാണ് നമ്മളുടെ കർവ്, ഇതാണ് നമ്മളുടെ കർവ്. ഓക്കെ, അപ്പോൾ ഈ കർവിൽ എന്താ ഇത് നോക്കിയേ, പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് റോ. അത് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, ഫൈ. ഇനിതാ d5 യൂണിറ്റ്സ് മാറുമ്പോൾ നമുക്ക് മറ്റൊരു ആംഗിൾ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം. ഈ ഒരു കർവ് കുറച്ചും കൂടെ ഒന്ന് നീറ്റായിട്ട് വരച്ച് കാണിക്കാം ഞാൻ. ഓക്കെ, ഇതാണ് കർവ്. ഓക്കെ, അപ്പോൾ ഇതാണ് റോ. റോ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഒരു ലെങ്ത്, ഒറിജിനിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് റോ. പിന്നെ ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ തീറ്റ അല്ല ഫൈ, റോ ഫൈ എന്നും പറഞ്ഞ് വരും. ഇനി ഈ ആംഗിൾ കൂട്ടുവാണ് ഞാൻ, d5 യൂണിറ്റ്സ് ഞാൻ എന്തുവാണ്, കൂട്ടുവാണ്. അപ്പോൾ എന്താ ദിവസം ഇവിടെ വരും, ഒരു d5 യൂണിറ്റ്സ് ഞാൻ കൂട്ടുവാണ്, d5 യൂണിറ്റ്സ് കൂട്ടുവാണ്. നോക്കിയാൽ ഈ കർവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നോക്കി, ഈ ഫസ്റ്റ് ഇത് ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒറിജിൻ അല്ലേ. അപ്പോൾ ആദ്യം എന്താ, ഈ ഒറിജിനിൽ നിന്ന് തൻ്റെ ഈ കർവിലോട്ടുള്ളത്, ഒറിജിനിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് ഫൈ. അത് പോസിറ്റീവ് എക്സ് ആക്സിസോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടും, റോ എന്തെന്ന് കിട്ടും, റോ ഫൈ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഈ ആംഗിൾ ഒരു d5 യൂണിറ്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പോൾ d5 യൂണിറ്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പോൾ നോക്കി, അടുത്ത പോയിന്റ് നമുക്കിത് ഇവിടെ കിട്ടും. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്കിത് ഇവിടെ കിട്ടും ഇല്ലേ, 5 യൂണിറ്റ്സും കൂടെ കൂട്ടി. അപ്പം കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 5 + d5, റോ 5 + d5. അപ്പോൾ മറ്റൊരു റോയും മറ്റൊരു ആംഗിളും കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു പോർഷൻ കണ്ടോ, ഇതിനിടയ്ക്കുള്ളൊരു പോർഷൻ കണ്ടോ, ഈ ഡി എന്ന് കാണിക്കുന്ന. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഓ റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഒരു സെക്ടർ അല്ലേ അത്, ഓ റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഒരു സെക്ടർ അല്ലേ ഡി എ. അപ്പോൾ ഒറിജിനിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഒറിജിനിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, റോ തന്നെയാണ്. ഇനി ആംഗിൾ ഇവിടുന്ന് ഇവിടം വരെ ഫൈയും ആൻഡ് ഇവിടുന്ന് ഇവിടം വരെ എന്താ, ഇത്രയും ആംഗിൾ എത്ര, ഫൈ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ എത്ര, 5 + d5 അല്ലേ. അപ്പോൾ ഈ സെക്ടറിൻ്റെ ആംഗിൾ എന്താ, ഇതിനിടയ്ക്ക് വരുന്ന ആംഗിൾ, അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, d5 എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ സെക്ടറിൻ്റെ ആംഗിൾ എന്താ, d5, റേഡിയസ് എന്താ, റോ. മനസ്സിലായി. അപ്പോൾ ഈ സിമ്പലിൽ നമ്മൾ വായിക്കുന്നത് റോ എന്നാട്ടോ, ഇത് വായിക്കുന്നത് നമ്മൾ റോ എന്നാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ, ഈ ഒരു ഡി എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഓ റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഒരു സെക്ടറാണ്. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് റോയും ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ആംഗിൾ 5 + d5, ചെറിയ ആംഗിൾ 5. അതിനിടയ്ക്ക് വരുന്നതാണ് സെക്ടർ. അപ്പോൾ ആ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളിൻ്റെയും ഡിഫറൻസ് 5 + d5 - 5, 5 + d5 - 5 എന്ത് കിട്ടും നമുക്ക്, d5 എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ നമുക്കറിയാം, തീറ്റ ആംഗിളും ആ റേഡിയസുമുള്ള ആ ഒരു സർക്കിളിൽ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്, 1/2 r²θ. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ ഈ സെക്ടറിൻ്റെ ഏരിയ, നമ്മളിതാ ഇവിടെ കണ്ടിരിക്കുന്ന ഈ സെക്ടറിൻ്റെ ഏരിയനെ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ആ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് റോയും
ആംഗിൾ D5 ആണ്. അപ്പോൾ ആ സെക്ടറിൻ്റെ ഏരിയ ഓ റേഡിയസ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിൻ്റെ ഏരിയ ഓ റേഡിയസ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിൻ്റെ സെക്ടറായിട്ടുള്ള ആ ഒരു പോർഷൻ്റെ ഏരിയ ഡി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റേഡിയസ് റോ ആംഗിൾ D5. സോ 1/2 റോ സ്ക്വയർ D5. അങ്ങനെയാണെങ്കിൽ അപ്പം ഇതേപോലെ ബാക്കിയുള്ള പോർഷൻ നോക്കുമ്പോൾ എന്ത് കിട്ടും? ഇതേ കുറേ സെക്ടേഴ്സ് അല്ലേ, ഇതെല്ലാം കുറേ സെക്ടേഴ്സ് അല്ലേ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓ റേഡിയസുള്ള സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് ഓരോന്നും എന്താ സെക്ടറാണ്. അപ്പോൾ 2 ആംഗിൾ തരുവാണെങ്കിൽ ആ 2 ആംഗിളിനും ഇടയ്ക്കുള്ള പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സെക്ടേഴ്സിൻ്റെ എല്ലാം കൂടി ഏരിയ ആഡ് ചെയ്യുന്നില്ലേ? ആഡ് ചെയ്യുക മീൻസ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ 5-1 5-2 ആണ് 2 ആംഗിളെങ്കിൽ അതിനിടയിലുള്ള ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയിൽ വരുന്ന എല്ലാ സെക്ടേഴ്സിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ സെക്ടേഴ്സിൻ്റെ ഏരിയ എന്തെന്ന് നമുക്ക് കിട്ടിയായിരുന്നു? 1/2 റോ സ്ക്വയർ D5 എന്നും പറഞ്ഞ് കിട്ടി. അപ്പം മൊത്തത്തിലുള്ള ഏരിയ 5-1നും 5-2നും ഇടയ്ക്ക് വരുന്ന മൊത്തത്തിലുള്ള പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സെക്ടേഴ്സിനെയും കൂടെ ഏരിയ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്യുക മീൻസ് ഇൻറ്റഗ്രേഷൻ. എവിടെ നിന്ന് എവിടെ വരെയാണ്? 5-1 മുതൽ 5-2 വരെ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 5-1 to 5-2 1/2 റോ സ്ക്വയർ D5 എന്നും പറഞ്ഞ് കിട്ടും. ഇതാണ് 5-1നും 5-2നും ഇടയ്ക്കുള്ള പ്ലെയിൻ ഏരിയ. ഇതെന്താണ്? സെക്ടറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ 5-1നും 5-2നും ഇടയ്ക്കുള്ള എല്ലാ സെക്ടറിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഏരിയ കിട്ടും. അപ്പോൾ ഒരു കർവിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാം. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ ഒരു കർവിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ഏരിയ നമുക്കറിയാം, അതായിരുന്നു ഇത്. അപ്പോൾ 5-1നും 5-2നും ഇടയ്ക്കുള്ള ആ ഒരു കർവിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സെക്ടറിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടുന്ന് എവിടെ മുതൽ? 5-1 മുതൽ 5-2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ കിട്ടും. മനസ്സിലായോ? നോക്കേ, ഏരിയ എ ഓഫ് എ സർക്കിൾ, ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഏരിയ എന്താ? 5r². അപ്പോൾ ഈ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ 2 ആംഗിൾസിന് ഇടയ്ക്കുള്ള ഒരു റീജിയൻ്റെ ഏരിയ 5-1 5-2 ആണ് 2 ആംഗിൾ എങ്കിൽ അതിനിടയ്ക്കുള്ള അതിനിടയ്ക്കുള്ള പ്ലെയിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായി? ഏരിയ ക്യാപിറ്റൽ എ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 5-1 to 5-2 1/2 റോ സ്ക്വയർ D5. ഓക്കെ, ഇത് റോ എന്ന് വായിക്കും, ഇതിനെ ഫൈ എന്നും വായിക്കും. മനസ്സിലായോ? അപ്പോൾ റോ സ്ക്വയർ D5 ആണ് അല്ലേ? അപ്പം സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, സർക്കിളിൻ്റെ റേഡിയസ് എ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ആ ഫോമുല തന്നെ എടുക്കാം. സർക്കിളിൻ്റെ ആംഗിൾ എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആംഗിൾ എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 2π വരെ. അതായത് 0 മുതൽ 360 ഡിഗ്രി വരാകുമ്പോഴല്ലേ ഒരു സർക്കിൾ ആവത്തുള്ളൂ. അപ്പം മൊത്തത്തിലുള്ള ആംഗിൾ എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 2π വരെ. അപ്പോൾ 5-1 5-2 2π. അപ്പോൾ ആ ഫോമിൽ എഴുതുക, ക്യാപിറ്റൽ എ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 5-1 to 5-2 1/2 റോ സ്ക്വയർ D5. ഇവിടെ റോ എന്ന് പറയുന്നത് എ ആണ്. 5-1 0 5-2 2π. അപ്പോൾ ഫോമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ 0 to 5 1/2 a² D5 എന്ന് പറഞ്ഞ് കിട്ടും ഇല്ലേ? എന്നിട്ട് എന്ത് വിട്ടും നമുക്ക്? 1/2 a² കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. 1/2 a² ഇൻറ്റഗ്രൽ 0 to 2π D5. ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു D5 ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 1 D5 എന്ത് വരും? 5 വരും അല്ലേ? ഇൻറ്റഗ്രൽ 1 dx എന്താ? എക്സ്. അതുപോലെ ഇൻറ്റഗ്രൽ 1 D5 എന്ത് വരും? 5 വരും. ദാറ്റ് ഈസ് 1/2 a² 5 ലിമിറ്റ് ഫ്രം 0 to 2π. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് 1/2 a² 2π മൈനസ് 0. 2π മൈനസ് 0 എന്താ? 2π. അപ്പോൾ ആ 2 ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? 5a². അതായത് എ റേഡിയസുള്ള സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാമായിരുന്നു എന്താ? 5a². ആ റേഡിയസുള്ള സർക്കിളിൻ്റെ ഏരിയ 5r² ആണെങ്കിൽ എ റേഡിയസുള്ള സർക്കിളിൻ്റെ ഏരിയ എന്താ? 5a² അല്ലേ? അപ്പോൾ അത് ഈ ഫോമിൽ വെച്ച് നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ. ഇനി അടുത്തത്, the equation in plane polar coordinates of an ellipse with the semicircles A and B is 1/rho square is equal to cos square 5/a² plus sin square 5/b². Find the area A of the ellipse. അപ്പോൾ എന്താ? എലിപ്സിൻ്റെ the equation in plane polar coordinates of an ellipse, അതായത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് 1/rho square എലിപ്സിൻ്റെ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. എലിപ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x²/a² പ്ലസ് y²/b² ഇസ് ഈക്വൽ ടു 1. അതല്ലേ എലിപ്സിൻ്റെ ഇക്വേഷൻ? XY കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എലിപ്സിൻ്റെ ഇക്വേഷൻ ഇതാ. ഇപ്പോൾ ഇവിടെ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റേടത്ത് എക്സും വൈയും ആണ് വരുന്നതെങ്കിൽ ഇവിടെ ആരൊക്കെയാണ്? റോയും ഫൈയും ആണ് കോർഡിനേറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓർക്കണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2π എന്ത് കിട്ടും? 1/2 റോ സ്ക്വയർ D5 അല്ലേ?
ഇൻ്റഗ്രൽ 8 ടു അതായത് 5 1 ടു 5 ടു ഏരിയ എങ്ങനെ എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 5 1 ടു 5 ടു 1/2 റോ സ്ക്വയർ d5 അല്ലേ. അപ്പോൾ റോ സ്ക്വയർ നമുക്ക് കണ്ടു. ഇവിടെ 1 റോ സ്ക്വയർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് റോ സ്ക്വയർ കിട്ടും. ഇനി 5 1 5 2 എലിപ്സ് കംപ്ലീറ്റ് ആംഗിൾ ആവണമെങ്കിൽ എവിടെ മുതൽ എവിടെ വരെ എലിപ്സിൻ്റെ 0 മുതൽ സർക്കിൾ ആയാലും എലിപ്സ് ആയാലും ആംഗിൾ 0 മുതൽ എവിടെ വരെയാണ് 2 5 മീൻസ് 180. 5 180 ഡിഗ്രിയാണ്. 2 × 180 360. അതായത് ആംഗിളിൻ്റെ വേരിയേഷൻ ഇവിടെ മുതൽ 0 മുതൽ 2 5 വരെ. ഓക്കെ, അപ്പോൾ അതാ ഫോമുല അങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി റോ സ്ക്വയർ വേണമല്ലോ. 1 റോ സ്ക്വയർ ഇതാണെങ്കിൽ റോ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 1 റോ സ്ക്വയർ. അപ്പോൾ റോ സ്ക്വയർ വേണം. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടും, എന്ത് കിട്ടും? നമുക്ക് ബി സ്ക്വയർ കോസ് സ്ക്വയർ പൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. ഇനി അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 1 റോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? അല്ലെങ്കിൽ ഇതിനെ റെസിപ്രോക്കൽ എടുത്താലും മതി. 1 റോ സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ എന്താ? 1 റോ സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയെന്ന് വെച്ചാൽ എന്താ? അതിനെ തിരിച്ചിടുക. അപ്പോൾ എന്ത് കിട്ടും? റോ സ്ക്വയർ. അപ്പോൾ ഇപ്പുറത്തുള്ള ക്വാണ്ടിറ്റി ഇതിനെയും തിരിച്ചിടണം, ഇതിനെയും തിരിച്ചിടേണ്ടി വരും. ഇതിനെ തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ കോസ് സ്ക്വയർ പൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ. അങ്ങനെ കിട്ടത്തില്ലേ? ഇനി ആംഗിൾ വേരിയേഷൻ 5 1 എന്താ? 0. 5 2 ഇവിടെ ആംഗിൾ ഇവിടെ മുതൽ 0 മുതൽ 2 5 വരെ. അപ്പോൾ ഫോമുലയിൽ കൊടുക്കും. അപ്പം റോ സ്ക്വയർ ആയി, ആംഗിളും കിട്ടി. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2 5. റോ സ്ക്വയർ എന്താ? 1/2 ഇൻറ്റു റോ സ്ക്വയർ എന്താ? എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ കോസ് സ്ക്വയർ പൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ d5. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കണം. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇത് നോക്കി, ഇവിടെ ന്യൂമറേറ്ററിൽ എ സ്ക്വയർ ബി സ്ക്വയർ കോൺസ്റ്റൻ്റ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ 1/2 ഉണ്ട്. അപ്പോൾ പുറത്ത് മൊത്തത്തിൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ 0 to 2 5 1/b സ്ക്വയർ കോസ് സ്ക്വയർ പൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ d5. ഇനി ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ എന്തെടുക്കുന്നു? കോസ് സ്ക്വയർ പൈ പുറത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ പറയും ഫസ്റ്റ് ടൈമിൽ മാത്രമല്ലേ കോസ് സ്ക്വയർ പൈ, അപ്പോൾ സെക്കൻഡ് ടൈം സൈൻ സ്ക്വയർ പൈ ആണല്ലേ. എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ. അവിടെ കോസ് സ്ക്വയർ പൈ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? കോസ് സ്ക്വയർ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചേഞ്ച് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അവിടെ മാത്രം. മനസ്സിലായോ? അപ്പോൾ അതാ കോസ് സ്ക്വയർ പൈ ഫസ്റ്റ് ടൈമിൽ നിന്ന് കോസ് സ്ക്വയർ പൈ പോയാൽ ബാക്കി ആരുണ്ട്? ഡിനോമിനേറ്ററിൽ നിന്ന് കോസ് സ്ക്വയർ പൈ പുറത്തെടുക്കുക. അപ്പോൾ സെക്കൻഡ് ടൈം ആരായി? ഇപ്പോൾ സെക്കൻഡ് ടൈം ഇപ്പോൾ ആരായി? എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ കോസ് സ്ക്വയർ പൈ ബൈ കോസ് സ്ക്വയർ പൈ ആയി അല്ലേ സെക്കൻഡ് ടൈം. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഇവിടെ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് ടൈമിൽ നിന്ന് കോസ് സ്ക്വയർ പൈ പുറത്തെടുത്താൽ ബാക്കി അവിടെ ആരുണ്ട്? ബി സ്ക്വയർ. സെക്കൻഡ് ടൈം എന്താ? ഇപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈം. എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ ഇപ്പോൾ എങ്ങനെയായി മാറി? കാരണം കോസ് സ്ക്വയർ പൈയും വെട്ടിപ്പോയാൽ പഴയ എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ തന്നെ കിട്ടും. പക്ഷേ കോസ് സ്ക്വയർ പൈ കോമൺ ആയിട്ട് എടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും കോസ് സ്ക്വയർ പൈ പുറത്തെടുത്താൽ എന്ത് കിട്ടും? എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ. ഇതങ്ങ് പോയാൽ ബാക്കി ആരുണ്ട്? എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ ബൈ കോസ് പൈയാണ് നമ്മളെടുത്തത്. കോസ് സ്ക്വയർ പൈ എടുത്തത്, കോസ് സ്ക്വയർ പൈ എന്ന് കിട്ടും. എ സ്ക്വയർ സൈൻ സ്ക്വയർ പൈ ബൈ കോസ് സ്ക്വയർ പൈ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. അപ്പോൾ എന്താ ഇവിടം വരെ കിട്ടി ആണല്ലോ. നമുക്കറിയാം എ സ്ക്വയർ ബൈ ബി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എ ബൈ ബി ഹോൾ സ്ക്വയറിന് എഴുതാം ഇല്ലേ. അങ്ങനെയെങ്കിൽ സൈൻ സ്ക്വയർ പൈ ബൈ കോസ് സ്ക്വയർ പൈനെ എങ്ങനെ എഴുതാം? സൈൻ പൈ ബൈ കോസ് പൈ ഹോൾ സ്ക്വയറിന് എഴുതി കൂടി. അപ്പോൾ നമുക്ക് കിട്ടും എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π 1 കോസ് സ്ക്വയർ പൈ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ പൈ ബൈ കോസ് പൈ ഹോൾ സ്ക്വയർ d5 എന്ന് പറഞ്ഞാൽ കിട്ടും അല്ലേ. ആണല്ലോ. ഈ സൈൻ പൈ ബൈ കോസ് പൈ എന്താ? ടാൻ ഫൈ. അപ്പോൾ സൈൻ പൈ ബൈ കോസ് പൈ ടാൻ പൈ. അപ്പോൾ സൈൻ പൈ ബൈ കോസ് പൈ എന്താ? സൈൻ ഫൈ ബൈ കോസ് പൈ എന്താ? ടാൻ പൈ അല്ലേ. ആണെങ്കിൽ സൈൻ പൈ ബൈ കോസ് പൈ ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? ടാൻ സ്ക്വയർ പൈ എന്ന് വരും അല്ലേ. അപ്പോൾ എങ്ങനെയാവും? ഫൈനലി നമുക്കത് ഇവിടം വരെ കിട്ടും. എന്താ? എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π 1 കോസ് സ്ക്വയർ പൈ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ പൈ d5. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 1/a/bനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/a ഇൻറ്റു 1/b എന്ന് എഴുതിക്കൂടെ? അതേപോലെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π 1/b സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ പൈ ഇൻറ്റു 1 കോസ് സ്ക്വയർ പൈ d5. എന്താ കോസിൻ്റെ റെസിപ്രോക്കൽ എന്താ? സീക്ക്. 1 കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്. 1 കോസ് എന്ന് പറഞ്ഞാൽ 1 കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് പൈ.
അങ്ങനെയാണെങ്കിൽ 1/cos² എന്ത് വരും? sec² എന്നും പറഞ്ഞ് വരും. അപ്പോൾ ഇതെങ്ങനെയാവും? a²b²/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π 1/b² + a² tan² ഇൻറ്റു sec² d∅ ആണല്ലോ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. അതായത് ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ t = tan⁡ എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫൈയിൽ ഒന്നും കാണാൻ പാടില്ല. ഇത് ആംഗിൾ ഫൈയിലാണ്, അപ്പം ടിയിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ ഇനി ആംഗിൾ ടിയിലാക്കണം, ഇതിനകത്തുള്ള ഫംഗ്ഷൻസും ടിയിലാക്കണം. ഇപ്പോൾ t tan⁡ ആണെങ്കിൽ dt/t⁡ എന്താ? y = tan x ആണെങ്കിൽ dy/dx എന്താ? sec²x. അതേപോലെ t tan⁡ ആണെങ്കിൽ dt/d⁡ എന്താ? sec². ഇപ്പോൾ ഇവിടെ എല്ലാത്തിനെയും നമ്മൾ ടിയിലോട്ടാക്കണം. ഇപ്പോൾ ഡി ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇപ്പോൾ ഡിനോമിനേറ്ററുള്ള d⁻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? dt = c² ഇൻറ്റു d⁻ എന്നാവും. ഇനി ആംഗിൾ ഫൈയിലാണ് കിടക്കുന്നത്, അപ്പോൾ അത് ടിയിലോട്ടാക്കണം. ഫൈ = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിയുടെ ആംഗിൾ കാണണം. ടി എന്താ? tan⁡. ഇപ്പോൾ ഫൈ = 0 ആകുമ്പം ടി എന്താണെന്ന് നോക്കണം. tan⁡0 എന്ത് തന്നെ? 0. ഇനി ഫൈ = 5/2 ആകുമ്പം ടി എന്താണെന്ന് നോക്കണം. ടി എന്താ? tan θ ആയിരുന്നു. അപ്പോൾ ഫൈ = 5/2 ആകുമ്പോൾ ടി എന്താവും? tan 5/2 ആവും. tan π/2 എന്ന് പറഞ്ഞാൽ എന്താ? sin π/2/cos π/2. sin π/2 എന്താ? 1. cos π/2 എന്താ? 0. 1/0 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി. അപ്പം ഫൈ = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ടിയുടെ ആംഗിൾ 0. ഫൈ = 5/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിയുടെ ആംഗിൾ ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇതെങ്ങനായിട്ട് മാറും? ടി ആണ് tan⁡. അപ്പോൾ tan²ക്ക് നമുക്ക് ടി ആണ് എന്ത് മക്കളെ? ടി ആണ് tan⁡ അല്ലേ? അപ്പോൾ tan²π എന്തോ? t² ആവും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താവും? 1/b² a² t². c² d⁻ സ്ഥാനത്ത് ആരും കൊടുക്കാം? dt കൊടുക്കാം. അപ്പോൾ 1/b² a² t² ഇൻറ്റു എന്തെന്ന് കിട്ടും നമുക്ക്? dt എന്ന് പറഞ്ഞ് കിട്ടും. ലിമിറ്റ് 0 to ∞ ആണ്. പുറത്ത് കോൺസ്റ്റൻറ്റ് 2a² b² ഉണ്ട് ആണല്ലോ. ഇനി ഇതിൽ നിന്ന് ഞാൻ a² പുറത്തെടുക്കുന്നു ആണല്ലോ. അപ്പോൾ നിങ്ങൾ പറയും, വേണ്ട ഫസ്റ്റ് ടൈമിൽ a² ഇല്ലല്ലോ മിസ്സേ, സെക്കൻഡ് ടൈമിലല്ലേ a² ഇല്ലാത്ത ആളെ എങ്ങനെ കൊണ്ടുവരാം? b² നമുക്ക് എങ്ങനെ എഴുതാം? ആരാ വേണ്ടുന്നത്? a². അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, ചേഞ്ചറായിരിക്കാൻ ഡിവൈഡ് ചെയ്യുക ആണല്ലോ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് b² എങ്ങനെ എഴുതാം നമുക്ക്? അവിടെ a² കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? b² കൂടി a² മൾട്ടിപ്ലൈ ചെയ്യുക, ചേഞ്ച് വരാതിരിക്കാൻ ഡിവൈഡ് ചെയ്യുക ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഇതാണ് അല്ലേ? ഫസ്റ്റ് ടൈം ഇതാണ്. ഈ b² ഇപ്പോൾ എന്തായി? b² a²/a² ആയി. പിന്നെ സെക്കൻഡ് ടൈം a² t². അപ്പോൾ രണ്ടിനകത്തും ആരുണ്ട്? a² ഉണ്ട്. അപ്പോൾ a² പുറത്തെടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിന് a² പോകുമ്പം ബാക്കി ആരുണ്ട്? b²/a². സെക്കൻഡ് ടൈമിന് a² പോകുമ്പം ബാക്കി ആരുണ്ട് അവിടെ? t² ആണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ കിട്ടി? 2a² b² ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ 1/a² ഇൻറ്റു b²/a² + t² d⁻. ആണല്ലോ. ഈ a² കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? 2a²/b²/a² ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ 1/b²/a² നമുക്ക് എങ്ങനെ എഴുതാം? b/a² എഴുതാം. b/a² + t² d⁻. ആണല്ലോ. ഇനി നോക്കേ, ഈ a²ഉം ഇവിടെയുള്ള a²ഉം ക്യാൻസലായി 2b² ആയി. അപ്പോൾ 2b² ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 5 1/b² t² d⁻. ആണല്ലോ. ഇനി നോക്കിയാൽ മക്കളെ, ഇൻ്റഗ്രൽ a² + x² dx എന്താ? 1/a tan 1 x/a + c. ഇവിടെ 1/a a² + x² dx. ഇവിടെ വേരിയബിൾ t ആണ്. അതായത് ഇപ്പുറത്തെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വേരിയബിളിൻ്റെ സ്ക്വയർ. അപ്പം ഇവിടെ നോക്കി, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള b/aയുടെ സ്ക്വയർ പ്ലസ് വേരിയബിൾ ആയിട്ടുള്ള ടിയുടെ സ്ക്വയർ. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? അതായത് എയുടെ സ്ഥാനത്ത് b/aയും എക്സിൻ്റെ സ്ഥാനത്ത്, അതായത് ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് ടിയും ആണ് കിടക്കുന്നത് അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് ടിയും ആണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ a²/x² dx. ഇവിടെ എയുടെ സ്ഥാനത്ത് b/a ആണ് കിടക്കുന്നത്, എക്സിൻ്റെ സ്ഥാനത്ത് ടിയും ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഫോമുലയിൽ കൊടുക്കുമ്പോൾ എങ്ങനെ ആവും? 2b² ഇൻറ്റു എന്താ 1/b/a ഇൻറ്റു tan 1 t/x/a. x/യുടെ സ്ഥാനത്ത് t/b/a ലിമിറ്റ് ഫ്രം 0 to ∞ ആണല്ലോ. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആരാ? 1/b/a. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1/b/a എന്ന് വെച്ചാൽ ഇതിനെ തിരിച്ചിടുക. അപ്പം എന്ത് കിട്ടും? a/b അല്ലേ? അതുകൊണ്ടാണ് ഇത് ഇവിടെ വരുമ്പോൾ 2b² ഇൻറ്റു a/b എന്നാവുന്നത്. ഇൻറ്റു ലിമിറ്റ് കൊടുക്കുക. tan 1 ടിയുടെ സ്ഥാനത്ത് ടിക്ക് ഇവിടെ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ∞/b/a മൈനസ് tan 1 0/b/a എന്താ? 0. tan 1 0 ആണല്ലോ. tan 1 ∞/b/a. ഇവിടെ നോക്കി, ഇനി ഇതാണ്ട് ഇങ്ങോട്ട് നോക്കിക്കോണം. ഇവിടെ നോക്കണം. tan π/2 ആണ് ഇൻഫിനിറ്റി. tan 1 ∞/b/a എന്ന് പറഞ്ഞാൽ എന്താ?
ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ഇവിടെ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ ബി ബൈ എന്ന് വെച്ചാൽ മീനിങ് എന്തുവാ? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്നാണ് മീനിങ്. ഇൻഫിനിറ്റി ബൈ ബി ബൈ എ, ഒരു വലിയ നമ്പർ ബൈ ബി ബൈ എ ചെയ്യുമ്പോൾ പിന്നെ അത് വലുതായി തന്നെ ഇരിക്കുന്നതാണ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്പിന് ശേഷം ഇങ്ങനെയും കൂടെ എഴുതിക്കുക. അതിൻ്റെ ഈ സ്റ്റെപ്പിന് ശേഷം നിങ്ങൾ ഇങ്ങനെയും കൂടെ ഒന്ന് എഴുതിയാൽ കൊള്ളാം. അതായത് ഇവിടെ ബി സ്ക്വയറും ബിയും ക്യാൻസലായിപ്പോയി 2ab ആവുമല്ലോ, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു, അതായത് ഈ ഒരു സ്റ്റെപ്പിന് ശേഷം 2ab ഇൻറ്റു എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0. അപ്പോൾ ഇനി ആൻസറിലോട്ട് എത്തണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റിയും ടാൻ ഇൻവേഴ്സ് 0. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഏത് ആംഗിളിനാണ് ഇൻഫിനിറ്റി കിട്ടുന്നതെന്ന് നോക്കണം. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറയുമ്പോൾ ഏത് ആംഗിളിനാണ് ടാനിൻ്റെ ഏത് ആംഗിളിനാണ് ആൻസർ 0 എന്ന് കിട്ടണം. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ടാനിന് ഏത് ആംഗിളിനാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആൻസർ കിട്ടുക എന്ന് നോക്കണം. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എന്നാ ടാൻ ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ എന്താ? ടാനിൻ്റെ ഏത് ആംഗിളിനാണ് ആൻസർ 0 എന്ന് കിട്ടുക. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് കണ്ടുപിടിക്കുക. ഇൻഫിനിറ്റിക്കും 0ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ ടാൻ 5/2 ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ത് കിട്ടും നമുക്ക്? 5/2. ടാൻ 0 0 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0 എന്ത് കിട്ടും നമുക്ക്? 0 കിട്ടും. സോ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ab ഇൻറ്റു ഇത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്താ? 5/2. ടാൻ ഇൻവേഴ്സ് 0 എന്താ? 0. ദറ്റ് ഈസ് 5/2 മൈനസ് 0. ദറ്റ് ഈസ് 2ab ഇൻറ്റു 5/2. 2 2 ക്യാൻസൽ ആയി എന്ത് കിട്ടും? 5ab. അപ്പോൾ എലിപ്സിൻ്റെ ഏരിയ എന്താ? 5ab. അപ്പോൾ ഇത് കുറച്ചുണ്ട്, ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇനി അടുത്ത പോർഷൻ എന്താണ്ട് ഇൻറ്റഗ്രൽ ഇനിക്വാളിറ്റീസ് ആണ്. നമ്മൾ 3 ഫങ്ഷൻസ് എടുക്കുവാണ്. നമ്മൾ എടുക്കുന്ന ഫങ്ഷൻസാണ് എഫ് ഓഫ് എക്സ്, φ1 ഓഫ് എക്സ്, φ2 ഓഫ് എക്സ്. ഈ 3 ഫങ്ഷൻസ് നമ്മളൊരു റിലേഷനുണ്ട് അല്ലെങ്കിൽ ഒരു ഇനിക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. φ1 ഓഫ് എക്സിനേക്കായും വലുതോ ഈക്വലോ ആയിരിക്കും എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിനേക്കായും വലുതോ ഈക്വലോ ആയിരിക്കും φ2 ഓഫ് എക്സ്. ഇതാണ് ഈ 3 ഫങ്ഷൻസ് തമ്മിലുള്ള റിലേഷൻ. ഇവിടെ എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്സിൻ്റെ റേഞ്ച് എങ്ങനെ വരുന്നത്? എ എക്സ് ലെസ് ദാൻ ഇക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, അതായത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇക്വൽ ടു ബിയും φ1 ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ ടു φ2 ഓഫ് എക്സും ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി φ1 ഓഫ് എക്സ് dx, ഇൻ്റഗ്രൽ എ ടു ബി φ1 ഓഫ് എക്സ് dx ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് dx ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി φ2 ഓഫ് എക്സ് dx. മനസ്സിലായോ? അപ്പോൾ അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മൾ ഒരു ഇൻ്റഗ്രൽ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബിയും φ1 ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ ടു φ2 ഓഫ് എക്സും ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി φ1 ഓഫ് എക്സ് dx ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് dx ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി φ2 ഓഫ് എക്സ് dx ആയിരിക്കും. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഐ ഈക്വൽ ടു, ഇത് ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞൊരു മെത്തേഡ് പഠിച്ചില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊരു മെത്തേഡും കൂടിയാണ് ഇൻ്റഗ്രൽ ഇനിക്വാളിറ്റീസ്. അതായത് ഇനിക്വാളിറ്റിയുടെ ടേംസിൽ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇൻ്റഗ്രലാണ് ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1/1 + x² + x³ ഹോൾ റൈസ് ടു 1/2 dx. ഇതിൻ്റെ വാല്യൂ, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0.810ക്കും 0.882നും ഇടയിലാണ് നമുക്ക് കാണിക്കണം. അതായത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ ഇൻ്റഗ്രൽ, അതായത് നമ്മൾ ഇൻ്റഗ്രൽ ഐ ചെയ്യുന്നത് 0.810ക്കും ഇൻ്റഗ്രൽ ഐ ആണല്ലോ, പിന്നെ അതുപോലെ 0.882നും ഇടയിലാണ് കാണിക്കുന്നത്. നമുക്ക് കാണിക്കുന്നത് 0.810 ലെസ് ദാൻ ഐ ലെസ് ദാൻ 0.882 നമുക്ക് കാണിക്കണം ആണല്ലോ. ഈ ഇൻ്റഗ്രലിനകത്ത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്താ മക്കളെ? നമ്മൾ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡീസില്ലേ? എഫ് ഓഫ് എക്സ് ആരാ? 1/1 + x² + x³. ഇവിടെ എയും ബിയും ആരാണ്? 0യും 1ഉം ഇല്ലേ? അപ്പോൾ 0യേക്കാളും വലുതാണല്ലോ 1. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1. അപ്പോൾ അതായത് ഈ ഒരു ഇനിക്വാളിറ്റിയുടെ കാര്യം അപ്ലൈ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1. പിന്നെ അതാണ്ട് ഇങ്ങനൊരു റിലേഷനും കൂടെ നമുക്ക് കിട്ടണം. ഇങ്ങനൊരു റിലേഷനും കൂടെ കിട്ടുവാണെങ്കിൽ ഇങ്ങനൊരു റിലേഷൻ നമുക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ 0 ലെസ് ദാൻ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഇക്വൽ ടു 1 ആ ലിമിറ്റിൽ നിന്ന് അങ്ങനെ പറയാം.
എന്തായാലും ലിമിറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ മക്കളെ, 0 ≤ x ≤ 1. അങ്ങനെയാണെങ്കിൽ 0 ≤ x³ ≤ x² എന്ന് പറയാൻ പറ്റുമോ? 0 ≤ x³ ≤ x² എന്ന് പറയാൻ പറ്റുമോ? അതായത് 0 ≤ x ≤ 1 ആണെങ്കിൽ അപ്പം നിങ്ങൾ പറയും x³ x² വലുതല്ലേ x³, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ എക്സിൻ്റെ റേഞ്ച് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 1 വരെ, പിന്നെ 0ക്കും 1നും ഇടയ്ക്കുള്ള ആൾക്കാരെ എടുക്കാം. അതല്ലേ ഇത് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം x³ ≤ x². ഇനി x = 0 എടുത്തു നോക്കേ. x = 0 എടുത്തു നോക്കേ. x = 0 എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റി x³ എന്താ? 0 അല്ലേ? x² എന്താ? 0. അപ്പോൾ x = 0യ്ക്ക് x³ x² സെയിം ആണ്. മനസ്സിൽ വെച്ചോ. x = 0യ്ക്കും x³ x² എന്ത് തന്നെ? 0 തന്നെയാണ്, സെയിം തന്നെ. ഇനി x = 1 കൊടുക്കണം. ഇനി എന്താ കൊടുക്കേണ്ടത്? x = 1 കൊടുക്കണം. x = 1 കൊടുക്കുമ്പോൾ x³ എന്ത് കിട്ടും? 1 എന്ന് പറഞ്ഞ് കിട്ടും. x² എന്ത് കിട്ടും? 1. അതായത് x = 0യ്ക്കും 1നും x³ x² സെയിം ആണ്, അല്ലേ? ഇനി x = 2 കൊടുത്തു നോക്കേ. അല്ല, ഇവിടെ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരാം മക്കളെ? 0 ≤ x ≤ 1 എന്നേ പറഞ്ഞിട്ടോളില്ലേ? അപ്പോൾ നമ്മൾ 0യും 1ഉം കൊടുത്തു. ഇനി 2ഉം 3 കൊടുക്കാൻ പാടില്ല, കാരണം എക്സിൻ്റെ റേഞ്ച് എന്താ? 0 മുതൽ 1 വരെ. അപ്പോൾ 0യ്ക്കും 1ഉം കൊടുക്കാം, അതിനിടയിലുള്ള ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 0.1 കൊടുത്തെന്നിരിക്കട്ടെ. എന്താ കൊടുത്തത്? 0.1. x = എന്ത് കൊടുത്തു? 0.1. അപ്പോൾ x² എന്ത് വരും? 0.12. 0.12 എന്ന് വെച്ചാൽ എന്താ? 0.1 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1 × 1 1 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എത്ര സ്ഥാനം മാറ്റണം? 2 സ്ഥാനം. 0.01 ആണല്ലോ. ഇനി x³ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1നെ 3 തവണ മൾട്ടിപ്ലൈ. ഇവിടെ x 0.1 ആണ്, അതിന് 3 തവണ മൾട്ടിപ്ലൈ. 1 × 1 1. എത്ര സ്ഥാനം മാറിയിട്ട്? 3 സ്ഥാനം മതി. 1 ഇല്ലേ? അപ്പോൾ x³ ആണോ x² ആണോ വലുത്? x² 0.01, x³ 0.001 എന്നും പറഞ്ഞ് കിട്ടി, ആണല്ലോ. അപ്പോൾ ഇതിൽ ഏതാ വലുത്? ഇതല്ലേ വലുത്? x² അല്ലേ വലുത്? x³ അല്ലേ ചെറുത്? ആണല്ലോ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, x = 0യ്ക്കും 1നും x³ x² എന്താ? സെയിമാണ്. പക്ഷേ മറ്റ് ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ, ഇൻ പെർട്ടിക്കുലർ x = 0.1 കൊടുത്തപ്പോൾ x³ ചെറുതും x² വലുതും. അപ്പോൾ ടോട്ടലി നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ x³ ≤ x² ആണ്. ഇങ്ങനെയാണ് അത് കിട്ടിയത്. ഇപ്പോൾ 0 ≤ x³. എന്നാലും രണ്ടും 0യേക്കാൾ ചെറുതും ഈക്വൽ ആവാമല്ലോ. 0 ≤ x³ ≤ x². ഇനി x³ ≤ x² എടുത്തേ. ഇനി x³ ≤ x² എന്നുണ്ട്, അല്ലേ? അതിൻ്റെ രണ്ടിൻ്റെ സൈഡിൽ 1 ആഡ് ചെയ്ത് നോക്കി. അപ്പം നമുക്ക് 1 + x³ ≤ എന്ത് കിട്ടും? 1 + x² എന്ന് പറഞ്ഞ് കിട്ടും, ആണല്ലോ. 1 + x³ ≤ 1 + x² എന്ന് പറഞ്ഞ് കിട്ടും, ആണല്ലോ. 1 + x³ ≤ 1 + x². ആണേ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, 1 + x³ ≤ 1 + x². അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുവാണ്, 1 + x²ഉം 1 + x²ഉം 1 + x² + x³ ആരാ വലുത്? 1 + x²ഉം 1 + x² + x³ ആരാ വലുത്? 0 മുതൽ 1 വരെ റേഞ്ച്, അല്ലേ? ആരാ വലുത്? നോക്കാം. എക്സിന് 1 കൊടുത്ത് നോക്കിയാൽ 1 കൊടുക്കുമ്പോൾ ഇതെന്താവും? ഇത് 2 ആവും. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇതാരാവും? 3 ആവും. അപ്പോൾ ആരാ വലുത്? ഇതല്ലേ വലുത്? അങ്ങനെയാണ് രണ്ടാമത്തത് കിട്ടിയത്. 1 + x² ≤ 1 + x² + x³ ആണല്ലോ. ഇത് മനസ്സിലായോ? അതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തത് അഗെയിൻ x²നേക്കാളും വലുതായിരിക്കുമല്ലോ 2x². വലുതോ ഈക്വലോ ആയിരിക്കുമല്ലോ 2x². കാരണം x = 1 കൊടുക്കുമ്പോൾ x²ഉം 2x² ആണ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള. x²ഉം 2x² ആണല്ലോ. x = 1 കൊടുത്ത് നോക്കി. x² എന്താ? 1 അല്ലേ? x = 1 കൊടുത്ത് നോക്കി. അപ്പോൾ x² എന്താ? 1. അപ്പോൾ 2x² എന്ത് വരും? 2 × 1 2. അപ്പോൾ ആരാ അതിൽ വലുത്? x² < 2x². 2x² അല്ലേ വലുത്? ആണല്ലോ.
അങ്ങനാണെങ്കിൽ കണ്ട ഇപ്പം നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2x² ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1+x² ലെസ് ദാൻ 1+2x² എന്ന് പറഞ്ഞുകൂടെ? ആണല്ലോ. അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടിയത്. അതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്കിതാ ഇവിടെ കിട്ടി 1+x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1+2x² ആൻഡ് 1+x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1+x² + x³. അപ്പോൾ എനിക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാമോ? അതായത് 1+x²നേക്കായും വലുതോ ഈക്വലോ ആണ് 1+x² + x³. അപ്പോൾ അതിനേക്കായും മാത്രമല്ല 1+x²നേക്കായും വലുതോ ഈക്വലോ ആണ് 1+2x². അപ്പോൾ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റുമോ? 1+x² + x³നേക്കായും വലുതോ ഈക്വലോ ആണ് 1+2x² എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അതായത് 1+x²നേക്കായും ഈ രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് എന്താ നോക്കേ. മൂന്നാമത്തെ നോക്കേ. 1+x² + x³ എടുക്കണം, 1+2x² എടുക്കണം. കമ്പാരിസൺ നോക്കാം. ഇവിടെ x = 1 കൊടുത്തു നോക്കാം. അപ്പോൾ ആരാ വരുന്നതെന്ന് നോക്കാം. ഇവിടെ എന്ത് കിട്ടും? x = 1 കൊടുക്കും, 1+1+1 3 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ x = 1 കൊടുത്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 1+2 എന്ത് കിട്ടും? 3 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അത് രണ്ടും സെയിം ആവാം. ഇനി x = 0.1 കൊടുത്ത് നോക്കേ. x = 0.1 കൊടുത്ത് നോക്കേ. ആർക്കാ? 1+x² + x³ 0.1 കൊടുത്ത് നോക്കി. അപ്പോൾ എന്ത് കിട്ടും? 1+0.1² + 0.0.1³ അതായത് 1+0.01 + 0.001 എന്ന് പറഞ്ഞ് വരും അല്ലേ? 0.001 എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും 1.011 എന്നും പറഞ്ഞ ആൻസർ വരും. 1.0 മറ്റേത് 1.011 എന്ന് പറഞ്ഞു വന്നു. 1.011 എന്ന് പറഞ്ഞു വന്നു. ഇനി അടുത്തത് 1+2x² ആണല്ലോ. 2x² എടുക്കുമ്പം 1+0.1 ആണേ കൊടുത്ത് നോക്കണം എക്സിന്. 0.1² ഇറ്റ് ഈസ് 1+2 × 0.01 എന്ന് പറഞ്ഞ് വരും ആണല്ലോ. 2 × 0.1 എന്ന് പറഞ്ഞാൽ 1+2.01. 2.01 എന്ന് പറഞ്ഞാൽ എന്താ? 3.0 ഏതാ വലുത്? ഇത് ചെറുത്, ഇത് വലുത്. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഇനീക്വാളിറ്റി എന്ത് കിട്ടിയത്? 1+x² + x³ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വലും വരാം. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1+2x². അപ്പം 3 ഇനീക്വാളിറ്റീസ് കിട്ടി, 3 ഇക്വേഷൻസ് കിട്ടി. ഫസ്റ്റ് ഇനീക്വാളിറ്റിയാണ് 1+x² ലെസ് ദാൻ ഈക്വൽ ടു 1+x² + x³. ഏത് ഇത് വെച്ചിട്ട് അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക് 3 ഇനീക്വാളിറ്റീസ് കിട്ടി. 1+x² ലെസ് ദാൻ ഈക്വൽ ടു 1+x² + x³, 1+x² ലെസ് ദാൻ ഈക്വൽ ടു 1+2x², then 1+x² + x³ ലെസ് ദാൻ ഈക്വൽ ടു 1+2x² ആണല്ലോ.